മേ ഗോഡ് ബ്ലെസ് യു മൈ ഡിയറസ്റ്റ്. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ തന്ന പേന എനിക്ക് ഇഷ്ടമില്ലാത്ത ആർക്കോ താങ്കൾ കൊടുത്തതായിട്ട്. എൻ്റെ പേന എവിടെ? കയ്യിലില്ലേ? സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ പേരുകളുടെ ആദ്യ അക്ഷരങ്ങൾ BD എന്നാൽ മറ്റുള്ളവർക്ക് അർത്ഥശൂന്യമായ രണ്ടക്ഷരങ്ങൾ കൊത്തിയ ഒരു മോതിരം ഞാൻ തരട്ടെ. മരണം വരെ അത് സൂക്ഷിക്കുമെന്ന് ഉറപ്പു തന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തയ്യാറാക്കും. സ്വീകരിക്കുമോ? ഞാനൊരു ചെറിയ പഴ്സ് വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണത് തരുന്നത്? പുതിയ പേന വന്നിട്ടില്ല. തിരക്കുണ്ടെങ്കിൽ സ്വന്തം പേന ഉടനെ അയക്കാമെന്ന് ചേട്ടൻ എഴുതിയിരിക്കുന്നു. അല്ലെങ്കിൽ കുറച്ച് കഴിയും പുതിയത് വാങ്ങി അയക്കാൻ. പെർമിറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. അതുവരെ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. ഏതാണ് വേണ്ടത്? ഉപയോഗിച്ച പഴയ പേന പെട്ടെന്നോ പുതിയത് കുറച്ച് കഴിഞ്ഞോ? ബ്ലാക്ക് ബേർഡ് പേന സൂക്ഷിക്കുക. ആർക്കും കൊടുക്കരുത്. ഉറ്റ സുഹൃത്തുക്കൾക്ക് കൂടി. അതൊരിക്കലും കൈവിട്ടു പോകരുത്. സത്യം പറയൂ, അത് ആർക്കെങ്കിലും കുറച്ച് ദിവസത്തെ ഉപയോഗത്തിനായിട്ടെങ്കിലും വായ്പ കൊടുത്തിട്ടുണ്ടോ? പാടില്ല. ഉദ്ധരണത്തിൻ്റെ പത്രാധിപത്യം. ശമ്പളം 100 രൂപയിൽ കുറവാണെങ്കിൽ സ്വീകരിക്കരുത്. ആ സംഖ്യ ഞാൻ 1946 ജൂൺ മുതൽ മാസം തോറും അയച്ചു തന്നോളാം. ഞാൻ മരിക്കാതെയും ആരികത്തടിയും ഇരിക്കുന്നുവെങ്കിൽ ഉറപ്പ്. ആ ജോലി വേണ്ട. വീണ്ടും ചോദിക്കട്ടെ, താങ്കൾ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ സംശയിക്കുന്നു. എന്നോട് സ്നേഹമുണ്ടായാലും ഇല്ലെങ്കിലും ശരി, താങ്കളാണ് എൻ്റെ പ്രിയൻ. വിധിയുടെ വൈചിത്ര്യം കൊണ്ട് ഞാൻ ആദ്യം സ്നേഹിച്ചു പോയ ആൾ താങ്കളാണ്. എനിക്ക് താങ്കളെ സ്വന്തമായി വേണം. എൻ്റെ ജാതിയിലും മതത്തിലുംപ്പെട്ട എത്രയോ പേരുമായി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എത്രയോ തവണ എൻ്റെ വീട്ടുകാർ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞു മാറി. അവസാനം ഒരു മുസ്ലിമിനെ സ്നേഹിക്കാൻ, ഒരാളുടെ എഴുത്തിലൂടെ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുക. അതാണ് വിധി. താങ്കൾ കുടിച്ചാലും എന്നെ വഞ്ചിച്ചാലും ശരി, എൻ്റെ പ്രിയം നിറഞ്ഞവനെ, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. അന്ത്യശ്വാസം വരെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കും. സഹവിദ്യാഭ്യാസം തൊട്ടാണല്ലോ നമ്മൾ പരിചയപ്പെടുന്നത്. എൻ്റെ പ്രസംഗ കലയെപ്പറ്റി എനിക്ക് സ്വയം മതിപ്പുണ്ട്. എന്നിട്ടും എഴുതിച്ചു വാങ്ങാൻ ശ്രമിച്ചത് സൗഹൃദം തേടിയായിരുന്നു. ഞാനത് ഉപയോഗിച്ചില്ല. എന്നിട്ടും എഴുതിപ്പിച്ചു. എൻ്റെ മുമ്പിലുള്ള സമൂഹത്തിൻ്റെ വന്മതിൽ എനിക്ക് കാണാം. എന്നിട്ടും ഞാൻ കത്തിയെരിയുകയാണ്. നിസ്സഹായയാണ് സ്ത്രീ. എങ്കിലും അവൾക്ക് ഒരാണിനോട് സ്നേഹം തോന്നിയാൽ ജാതിയും മതവോ ഒന്നും നോക്കാതെ അവൾ ഹൃദയം നൽകുന്നു. പകലും രാത്രിയും ഞാൻ താങ്കളെപ്പറ്റി ചിന്തിക്കുന്നു. ഞാൻ ആ മാറത്ത് ക്ഷീണിച്ച മുഖം ചായച്ച് കരയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുകയില്ലേ? അവിടെ നിർത്തേണ്ടി വരും എന്നാണ് എൻ്റെ ഭയം. എൻ്റെ പ്രിയനെ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കരളെ, എന്നെ കൂടാതെയുള്ള ഒരു ജീവിതത്തിൻ്റെ പരിപാടി തയ്യാറാക്കിക്കൊള്ളൂ. എൻ്റെ അമ്മയെ ദുഃഖിപ്പിക്കാൻ എനിക്ക് വയ്യ. അമ്മയുടെ വേദനിപ്പിക്കുന്ന കഥ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ പ്രേമം കാരണം ദുരിതമനുഭവിക്കുന്ന അമ്മയെ കൂടുതൽ ദുഃഖിപ്പിക്കാൻ എനിക്ക് വയ്യ. വേദനിക്കാൻ പിറന്നവളാണ് ഞാൻ. എൻ്റെ കന്യകത്വം നഷ്ടപ്പെടുത്താതെ തന്നെ എനിക്ക് ഒരാഗ്രഹമുണ്ട്. ജീവിതത്തിലൊരിക്കൽ ആ മാറിൽ തലചായ്ച്ച് കരയണം. ഈശ്വരൻ അതിനവസരമുണ്ടാക്കട്ടെ. ഏപ്രിൽ 15-ന് പരീക്ഷ കഴിഞ്ഞാൽ അതിനൊരവസരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്നെ അതിനനുവദിക്കില്ലേ? ബഷീർ, ദൈവത്തെ വിചാരിച്ച് ഒരു വിവാഹം കഴിക്കൂ. താങ്കളുടെ ഉറക്കം വരാത്ത അസ്വസ്ഥ രാത്രികളിൽ അരികെ ഒരു കൂട്ടുകാരിയായി നിൽക്കാൻ ഞാൻ എത്ര ആഗ്രഹിക്കാറുണ്ട്. അതിന് വയ്യല്ലോ എനിക്ക്. വിവാഹിതനായ ശേഷവും എന്നെ സ്നേഹിക്കണം. എന്നെ വെറുക്കരുതേ. എന്നെ സ്നേഹിക്കൂ. എന്നും സ്നേഹിക്കൂ. ഭാര്യയുള്ളപ്പോഴും എന്നെ സ്നേഹിക്കുമല്ലോ. ഹൃദയം വലിയ ഒരു സാമ്രാജ്യമല്ലേ. അതിൽ 2ാമത്തെ ഇരിപ്പിടമെങ്കിലും എനിക്കായി നീക്കി വയ്ക്കൂ. എൻ്റെ മനസ്സിൽ വലിയ ഒരു സംഘർഷം നടക്കുകയാണ്. എന്നെ അല്ലാത്ത ആരെയെങ്കിലും താങ്കൾ വിവാഹം കഴിക്കൂ. എൻ്റെ സ്ഥാനം ഒരു കത്തിൽ എനിക്ക് എഴുതിയിരുന്നല്ലോ. വാക്കുകൾ കൃത്യമായി ഓർമ്മിക്കുന്നില്ല. കത്തുകളെല്ലാം ഞാൻ തീയിലിട്ട് കളഞ്ഞു. സൂക്ഷിച്ചു വയ്ക്കാൻ എനിക്ക് ധൈര്യമില്ല. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അടക്കി ഞാൻ ദേവിയെ സ്നേഹിക്കാം എന്ന്. ആ വാഗ്ദാനം പാലിക്കൂ. എന്നെ കാമുകിയായി, താങ്കളുടെ പ്രേമസുതയായി എന്നും കരുതണം. ഹൃദയത്തിൻ്റെ ഹൃദയത്തിൽ വെച്ചാണ് നാം ഒന്നാവുന്നത് എന്ന് മാത്രം. അതുകൊണ്ട് തൃപ്തിപ്പെടണം. ഒരു സ്ത്രീക്ക് ഇതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയും. പക്ഷേ ഒരു പുരുഷന് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ വിവാഹിതനാവാൻ അപേക്ഷിക്കുന്നത്. സ്നേഹം ത്യാഗമാണ്. അതുകൊണ്ട് സ്വാർത്ഥതയില്ലാതെ എന്നെ സ്നേഹിക്കൂ. ഈ കത്ത് വായിക്കുമ്പോൾ അരിശം തോന്നി അന്നത്തെ പോലെ ചെയ്യരുത്. എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തരുത്. താങ്കൾ പുരുഷനാണ്. സ്വയം നിയന്ത്രിക്കൂ. എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തരുതേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. എനിക്ക് സഹായിക്കാൻ കഴിയും. ജൂൺ മുതൽക്ക് പ്രത്യേകിച്ച്. എൻ്റെ കത്ത് AKTKM നമ്പൂതിരിപ്പാടിന് കാണിച്ചു കൊടുത്തത് വല്ലാത്ത ക്രൂരത തന്നെ. അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. എൻ്റെ എല്ലാ കത്തുകളും തിരിച്ചു തരൂ. താങ്കളുടെ സ്നേഹിതന്മാരൊക്കെ അവ കാണും, വായിക്കും. അത് വേണ്ട. എന്നെ ഓർമ്മിക്കാൻ വേണ്ടി പേന തന്നിട്ടുണ്ടല്ലോ. ഇനി മോതിരം തരും. എല്ലാം ഞാൻ തരും, എൻ്റെ ശരീരം ഒഴികെ. ഇതടക്കം എല്ലാ കത്തുകളിലും തിരിച്ചു തരണം. അപേക്ഷയാണ്. ഞാൻ കുറേ ടവലുകൾ അയക്കട്ടെ? അരിശം പിടിച്ച് പേനയും മറ്റും തിരിച്ചു തന്നാൽ ഞാൻ മരിക്കും. ഞാൻ ആത്മഹത്യ ചെയ്യും. ദയവായി എനിക്കൊന്നും തരരുത്.
ഞാനൊരു സ്ത്രീയാണ്. അതുകൊണ്ട് കയ്യിൽ കാണുന്ന ഓരോ വസ്തുവിനും ഒരു വിശദീകരണം നൽകേണ്ടി വരും. ജൂണിന് ശേഷമാണെങ്കിൽ എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചേക്കും. ചേട്ടൻ്റെ മറുപടി ഇനിയും വന്നിട്ടില്ല. എനിക്ക് അത് ഏറെക്കുറെ സങ്കല്പിക്കാൻ കഴിയും. കിട്ടിയാൽ അങ്ങോട്ട് അയച്ചു തരാം. എല്ലാം ഇട്ടെറിഞ്ഞ് ഞാൻ തയ്യാറായാലും ഈശ്വര, എൻ്റെ അമ്മ, താങ്കൾ എന്നെ ജീവിതത്തിലെ പങ്കാളിയായി കിട്ടിയതിൽ പിന്നീട് പശ്ചാത്തപിക്കും. ഞാൻ ഒരുപാട് ദുശ്ശീലങ്ങളുള്ള പെൺകുട്ടിയാണ്. സാമ്പത്തിക സൗകര്യമുള്ള ചുറ്റുപാടിൽ ലാളിച്ച് വളർത്തപ്പെട്ടതിൻ്റെ ഫലമായുള്ള ദുശ്ശീലങ്ങൾ. പലപ്പോഴും എനിക്ക് നിയന്ത്രണമില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കരയും. അപ്പോഴൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചാൽ വീടും ചുറ്റുപാടുകളും സ്വന്തക്കാരും എല്ലാം നിസ്സാരമാക്കി തള്ളി കൂടെ വന്ന് കഴിഞ്ഞ് അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് കുറച്ചധികം സ്വാതന്ത്ര്യബോധവുമുണ്ട്. നാട്ടിൽ ജോലി ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. 100 രൂപയിൽ താഴെ ശമ്പളത്തിന് ജോലി ചെയ്യില്ല. പോരാത്തതിന് അത്ര ആരോഗ്യമുള്ളതല്ല എൻ്റെ ശരീരഘടന. ഞാൻ താങ്കൾക്ക് ഒരു ഭാരമാവില്ലേ? അങ്ങനെ ഒന്ന് സംഭവിക്കാൻ ഇടയായിട്ടല്ല. എന്നാലും ഒന്ന് ആലോചിച്ച് മറുപടി പറയൂ. കേരളം വിട്ടുപോകാൻ സമ്മതമാണോ? വടക്കേ ഇന്ത്യയിലേക്ക് പോരാമോ? എല്ലാ കത്തുകളും എനിക്ക് നേരിട്ട് മടക്കിത്തരൂ. രാവിലെ നേരത്തെ മതി. കോളേജിലേക്ക് അയക്കരുത്. ഒഴിവുകാലത്ത് മുഴുവൻ ഞാൻ താങ്കളെ കാത്തിരുന്നു. മലയാളത്തിൽ 4 തവണ കത്ത് എഴുതി തുടങ്ങി. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചുരുക്കി പറയാം. ഇത് 3ാമത്തെ പരിശ്രമമാണ്. മേലിൽ ഞാൻ ഇംഗ്ലീഷിൽ എഴുതില്ല. അടുത്ത തവണ ഞാൻ കത്തെഴുതുന്നത് ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്നായിരിക്കും. എൻ്റെ ബഷീർ, എൻ്റെ എല്ലാം ആയവനെ, എന്നെ സ്നേഹിക്കൂ എന്നും താങ്കളുടെ ദേവിയെ, താങ്കളുടെ തങ്കത്തെ സ്നേഹിക്കൂ. ഞാൻ നിർത്തട്ടെ. ഇതാ എൻ്റെ രക്തം കൊണ്ട് കുറിക്കുന്നു. ഐ ലവ് യു. ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്നതാണ് എൻ്റെ സ്നേഹം. ഐ ലവ് യു. ലവ് മീ വിത്ത് എ നമ്പർ ഓഫ് കിസ്സസ്. ഡിയറസ്റ്റ് ബഷീർ, യുവർ ഡിയറസ്റ്റ് ദേവി. ഞാൻ സമ്മതിച്ചാൽ എനിക്കൊരു ഹിന്ദുവായി കൂടെ ജീവിക്കാൻ കഴിയുമോ? എൻ്റെ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്നതിൽ തടസ്സം പറയുമോ? എനിക്ക് എൻ്റെ പഴഞ്ചൻ വിശ്വാസങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല. താങ്കളുടെ ഉമ്മയുടെ സ്ഥിതി എന്തായിരിക്കും? എന്നെ ഒരു സ്നുഷയായി അംഗീകരിക്കുമോ? ഒരു പക്ക ഹിന്ദു പെണ്ണിനെ എന്നെ ശപിക്കില്ലേ? എൻ്റെ അമ്മ എന്തു തന്നെയായാലും എന്നെ ശപിക്കില്ല. പക്ഷേ അമ്മയുടെ ഹൃദയം പൊട്ടും. വീട്ടുകാരെയും എൻ്റെ ചുറ്റുപാടുകളെയും ഉപേക്ഷിച്ച് വിഷാദമോഹനമായ മധുരകാവ്യം വിപ്ലവ കവിതയായി താങ്കളുടെ അടുത്ത് വന്നാൽ എൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമോ? എനിക്ക് ജോലിക്ക് പോകാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എന്നെ സംരക്ഷിക്കുമോ? കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വിഹിതം, സ്വത്തുക്കളുടെ അവകാശം കിട്ടും. അപ്പോൾ ജോലിക്ക് പോയില്ലെങ്കിലും നമുക്ക് സുഖമായി കഴിയാൻ വകയുണ്ടാവും. എനിക്ക് സ്വന്തമായൊരു വീടുണ്ടാവും. പക്ഷേ അതുവരെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നറിയാം. പക്ഷേ എന്തൊക്കെയോ പ്രതീക്ഷകളാണല്ലോ ലോകത്തെ മുമ്പോട്ട് നയിക്കുന്നത്. ഒരു കാര്യം കൂടി, താങ്കൾക്ക് വേറൊരു കാമുകയുണ്ടോ? തുറന്നു പറയണം. ഉണ്ടെങ്കിലും എനിക്ക് സാരമില്ല. എന്നെ വെറുക്കരുതെന്ന് മാത്രം. താങ്കളോട് ആത്മാർത്ഥ സ്നേഹമുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഉണ്ടായിരുന്നല്ലേ? എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവളിൽ കുറ്റം കാണാൻ നോക്കണ്ട. ചിത്രത്തിൻ്റെ കഥയിലെ നായികയാവില്ല. പ്രേമലേഖനം, കഥാബീജം, അനർഘ നിമിഷം, ഇതിലെല്ലാം ഞാൻ തിരഞ്ഞു നോക്കിയിട്ടുണ്ട്. സദാശിവൻ താങ്കൾ തന്നെയല്ലേ? കേശവൻ നായരും? ആ കന്യക താങ്കളുടെ കാമുകിയല്ലേ? അവൾക്കെന്ത് സംഭവിച്ചു? എന്നെപ്പോലെ അവളും തിന്നിട്ടുണ്ടാവും. മതം, സമൂഹം, ജാതി എല്ലാം തുലയട്ടെ. അവളെപ്പറ്റി ഒന്നും ഒളിച്ചു വയ്ക്കാതെ എല്ലാം എനിക്ക് എഴുതൂ. സൈനഡ് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാലോ? അതാണിപ്പോഴത്തെ എൻ്റെ പ്രശ്നം. ഈ കത്തിൽ പരസ്പര വിരുദ്ധമായ പലതും കണ്ടേക്കും. എങ്കിലും ഇതെൻ്റെ തീപിടിച്ച ഹൃദയത്തിൻ്റെ ഒരംശമാണ്. ഒരു വാഗ്ദാനവും തരാതെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. എന്നെ സ്നേഹിക്കൂ എൻ്റെ ഓമനെ. ദേവിക്ക് മറുപടിയായിട്ട് ഞാൻ വളരെ കത്തുകൾ എഴുതി. രാവും പകലും എഴുതി. 70-80 പേജുകൾ എഴുതി. വീണ്ടും എഴുതി. കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദേവി മറുപടി ഉടനെ അയക്കാം. പിന്നെയും താമസിച്ചു. ദേവി പരിഭ്രമിക്കാതിരിക്കാൻ ഒരു ചെറിയ കത്തെഴുതി. അത് കൊടുക്കാൻ ചെന്നപ്പോൾ ദേവി എനിക്കൊരു പേഴ്സ് തന്നു. അതിൽ 2 അണയും ഒരു സിഗരറ്റും ഉണ്ടായിരുന്നു. കൊടുത്ത കത്തിൻ്റെ പകർപ്പിതാണ്. വളരെ പ്രേമപൂർവ്വമുള്ള ഒരു ചെറിയ കത്ത്. പീയൂഷമേ, എൻ്റെ ദേവി ക്ഷമിക്കുക. മറുപടി വരുന്നു. എൻ്റെ തങ്കത്തിൻ്റെ സംശയങ്ങൾക്കെല്ലാമുള്ള മറുപടി വരുന്നു. എൻ്റെ കരൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ നാഥേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ വായിലെ ഉമിനീരല്ലേ അതുപോലും എനിക്ക് തേനാണ്. അത്രയ്ക്ക് മധുരമാണ് നിന്നെ എനിക്ക് സുലഭമായ എൻ്റെ തങ്കം. മറുപടി വരുന്നു. ഇന്നോ നാളെയോ തരാം. സമാധാനിക്കൂ, ഉത്കണ്ഠയരുത്. എൻ്റെ ഈശ്വരിയെ ഇന്നലെ സന്ധ്യയ്ക്ക് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം എത്ര നൊന്തെന്നറിയുമോ? നീ വല്ലാതെ തളരുന്നു. ഇരുന്നു നീറരുത്. നീ എൻ്റെ എല്ലാമാണ്. ആരോഗ്യം സംരക്ഷിക്കൂ, ദുഃഖിക്കരുത്. പ്രാന്തത്തി, നീ എൻ്റെ ദേവിയാണ്. എൻ്റെ മാത്രമായ ദേവിയാണ് നീ. എൻ്റെ ഈശ്വരിയാണ് നീ. നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമോ? തങ്കം, നീ എൻ്റെ ജീവനാണ്. എൻ്റെ പ്രേമസുതേ, നീ നീറുമ്പോൾ പൊള്ളലേൽക്കുന്നത് ഞാനാണ്. കരളെ, സമാധാനമായിരിക്കൂ. നിൻ്റെ മാത്രമായ ബഷീർ. ഈ എഴുത്ത് കൊടുത്തത് ദ സോങ് ഓഫ് എ
വണ്ടർ എന്ന പുസ്തകത്തിൽ വെച്ചാണ്. കൂടെ ദേവിയുടെ സഹോദരൻ്റെ കത്തിൻ്റെ ഒരു ഭാഗവും അത് നേരത്തെ എനിക്ക് തന്നിരുന്നു. ദേവി അദ്ദേഹത്തിന് എഴുതി ചോദിച്ചിരിക്കണം. അദ്ദേഹം എഴുതിയിരിക്കുന്നു, അന്ധകാരത്തിലേക്കുള്ള ഒരു ചാട്ടമായിരിക്കും ദേവിയുടെ പ്രവൃത്തിയെന്ന്. അതുകൊണ്ട് ദേവി സ്നേഹിക്കുന്ന ആളെ ഹൃദയക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ചാൽ മതി, ഒരു ബിംബത്തെ പോലെ. കൂടാതെ എന്നെപ്പറ്റി വളരെ ചോദ്യങ്ങൾ. അന്ന് സന്ധ്യയ്ക്ക് ദേവിയെ കണ്ടു ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്ന വഴി കയ്യിൽ പ്രസാദവും ഉണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചുകൊണ്ട് ദേവി എനിക്ക് തന്നു. അത് നെറ്റിയിൽ തൊടാൻ പറഞ്ഞു. ഞാൻ തൊട്ടു. പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് ദേവിയെ കണ്ടു. ദേവിക്കും മറ്റും ചായ വാങ്ങിക്കൊടുത്തു. ദേവി എനിക്ക് ചായ പകർന്നു തന്നു. ഞങ്ങളുടെ വിരലുകൾ തമ്മിൽ അറിഞ്ഞു സ്പർശിച്ചു, ഹൃദയം തമ്മിൽ ആലിംഗനം ചെയ്തതുമാതിരി. കുറേ കഴിഞ്ഞ് ദേവി ഒരു ചെറിയ കവർ തന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി വച്ചിരിക്കുന്ന എഴുത്ത് വായിച്ചിട്ട് മതിയായിരുന്നു ഇത്? ഓ, അതിനി ആവശ്യമില്ല, ഞാൻ നെഗറ്റീവായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വല്ലാതെയായി. ദേവി പറഞ്ഞു, എന്നാൽ അത് തന്നിട്ട് ഇത് വായിച്ചാൽ മതി. മറ്റു സ്ത്രീകൾ വന്നു. KS-ൻ്റെ ഭാര്യയുടെ അനുജത്തിയും മറ്റും. അവരോടും എന്നോടുമായിട്ട് പറഞ്ഞു. ഇന്നലെ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ലെസൺ എടുത്തു. അവരൊക്കെ പറയുകയാണ് ഞാൻ BT ക്ലാസ്സിൽ 10 കൊല്ലം പഠിക്കണമെന്ന്. ഞാൻ അമ്മ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇത് മുമ്പും ഒരവസരത്തിൽ ദേവി പറഞ്ഞതാണ്. എന്താണ് അർത്ഥം? അമ്മ മരിക്കുന്നതുവരെ ഞാൻ കാക്കണമെന്നാണോ? ഞങ്ങൾ പിന്നെയും സംസാരിച്ചു. ദേവി 1-2 സ്ഥലങ്ങളിൽ പ്രസംഗിക്കുമെന്ന് നോട്ടീസുണ്ട്, പക്ഷേ പ്രസംഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ദേവിക്ക് ആരോഗ്യമില്ല, പിന്നെ പ്രസംഗം കൊണ്ട് എന്തു ഗുണം? ഞാൻ പോന്നു. മുറിയിൽ വന്ന് എഴുത്ത് വായിച്ചു നോക്കി. ആകെ അമ്പരന്നു. വീശുന്ന കാറ്റിനെല്ലാം തിരിയുന്ന ഒരു കാറ്റാടി യന്ത്രം പോലെ തോന്നുന്നു ദേവിയുടെ ഹൃദയം. കത്തിതാണ്. ഞാൻ പണ്ടു കൊടുത്ത റോസ് നിറത്തിലുള്ള ലെറ്റർ പേപ്പറിലാണ് കത്ത്. പ്രിയപ്പെട്ട സഹോദരാ, അത്യധികം മനോവേദനയും കൂടിയാണ് ഞാനിത് എഴുതുന്നത്. നീറി മരിക്കുവാൻ പടച്ചവൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാൾക്കും മാറ്റാൻ സാധിക്കുകയില്ല. നീറി അംശമായി മരിച്ചു ജീവിക്കാൻ ഞാൻ തീർച്ചയാക്കി. ഇക്കാര്യത്തിൽ എന്നെ ഉപദേശിക്കരുത്. ഇന്നലെ എനിക്ക് വീണ്ടും ഒരു എഴുത്ത് കിട്ടി. അന്ന് ഞാൻ കയ്യിൽ തന്ന എഴുത്ത് എൻ്റെ സ്വന്തം സഹോദരൻ്റെ അല്ല. അത് പരിഭ്രമത്തിൽ തെറ്റി തന്നു പോയതാണ്. പക്ഷേ ഈ സംഗതിയെക്കുറിച്ച് തന്നത് എൻ്റെ കസിൻ ബ്രദറിൻ്റേതാണ്. ഇനി ഏതെഴുത്ത് തന്നിട്ടും കാര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ വേണ്ടപ്പെട്ടവരുടെ അഭിപ്രായം. അതിലുപരി എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഞാൻ നിഷേധരൂപത്തിൽ ഇന്നെഴുതുന്ന മറുപടി അമ്മയെ ദുഃഖിപ്പിക്കുകയില്ലെന്ന എൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ ഫലമാണ്. സഹോദരന്മാർ സമ്മതിച്ചുവെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഒരേട്ടൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മാതാവിനെ വേദനിപ്പിക്കുകയില്ല. അതിനാൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ നിഷേധരൂപത്തിൽ മറുപടി തരുന്നു. ഹൃദയത്തിൻ്റെ അഭിലാഷത്തെ അമർത്തി തകർന്ന ഹൃദയത്തോടെ ഞാനിത് എഴുതുന്നു. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇനി ഞാൻ ചോദിച്ചിരുന്ന 1000 ചോദ്യങ്ങൾക്ക് മറുപടി തരണമെന്നില്ല. പക്ഷേ മോതിരത്തെപ്പറ്റി എനിക്ക് മറുപടി തരണം. ധനസംബന്ധമായി എല്ലാ തരത്തിലുള്ളതും ആവശ്യമുള്ളപ്പോൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. എനിക്ക് എൻ്റെ ആവശ്യത്തിലധികം പണമുണ്ട്. അതൊരു കലാകാരൻ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സഹോദരൻ ഉപയോഗിക്കുന്നതിൽ എനിക്ക് കൃതാർത്ഥതയ്ക്ക് അവകാശമുണ്ട്. അതിനെനിക്ക് അവസരം നൽകണം. ജനുവരി വരെ ക്ഷമിച്ചാൽ മതി. എന്നോട് ചെയ്തിട്ടുള്ള പ്രഥമ പ്രതിജ്ഞ ദേവി ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ദേവി എന്നെ സ്നേഹിക്കാം, നിറവേറ്റണം. എന്നെ ഒരിക്കലും വെറുക്കരുത്. ഞാനൊരു സഹോദരി എന്നുള്ള വിധത്തിൽ മാത്രം സ്നേഹിക്കണം. മരിക്കുന്നതുവരെ മാത്രമല്ല, മരിച്ചാൽ കൂടി എന്നെ സ്നേഹിക്കണം. അങ്ങനെ ചെയ്യുകയില്ലേ? നിങ്ങൾ വിവാഹം കഴിക്കണം. എനിക്ക് ഇടയ്ക്ക് എഴുതണം. ഒരു സഹോദരിക്കുള്ള കത്തുകളായിരിക്കണം അവ. ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഞാൻ അങ്ങയുടെ കത്തുകളെല്ലാം കത്തിച്ച് കളഞ്ഞിരിക്കുന്നു. ഒന്നുമില്ല. ഞാൻ അയച്ച എഴുത്തുകളെല്ലാം എനിക്ക് മടക്കി തരണം. ഞാൻ ആവശ്യപ്പെടുന്ന നിസ്സാര സംഗതികൾ അവഗണിച്ച് കളയരുത്. അവയെല്ലാം തിരിച്ചയക്കണം. യഥാർത്ഥത്തിൽ അവ അങ്ങയുടെ കൈകളിലുള്ളപ്പോൾ എനിക്ക് സമാധാനമില്ല. ആദ്യത്തെ കത്ത് തിരുമേനി കണ്ടില്ലേ? അതിനാൽ അവയെല്ലാം മടക്കണം. അപ്രതീക്ഷിതമായി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എൻ്റെ മരണവാർത്ത കേട്ടാൽ ഞാൻ വളരെ ദുഃഖിച്ച് മരിച്ച ഒരു സഹോദരിയാണെന്ന് ഓർക്കണം. 2 തുള്ളി കണ്ണുനീരും. എൻ്റെ ഹിതത്തിന് വിപരീതമായി ഒരിക്കലും ചെയ്യരുത്. അവസാനമായി എന്നെ എക്കാലത്തും വെറുക്കരുത്. സ്നേഹിക്കണം. അങ്ങ് വേറെ വിവാഹം ചെയ്യുകയും വേണം എന്ന് സസ്നേഹം ദേവി. എഴുത്തുകളെല്ലാം മടക്കി തന്നതിന് ശേഷമേ ഞാൻ ഇനി എഴുതുകയുള്ളൂ. രാവിലെ തന്നാൽ മതി. രാവിലെ ഒന്നുമില്ലാതെ ഞാൻ ചെന്നു. ദേവി വണ്ടിക്ക് പോകുന്നുണ്ടായിരുന്നു. ഞാനും ഒരു വണ്ടി പിടിച്ച് ഒപ്പം ചെന്നു. സർക്കാർ ഹൈസ്കൂളിൻ്റെ വാതിക്കൽ ദേവി ഇറങ്ങി. ഞാൻ ചോദിച്ചു, ദേവി, എനിക്ക് എന്തിനു കത്തെഴുതി? ഇത് ചോദിക്കാനാ? ഞാൻ വിചാരിച്ചു വല്ലതും എനിക്ക് തരാനാണെന്ന്. വൈകിട്ട് വരാം. അങ്ങോട്ട് വരണ്ട, അവിടെ KS കാണും. കണ്ടാലെന്താ? എന്നാൽ നാളെ കാലത്തെ വഴിക്ക് തരാം. അങ്ങനെ പോന്നു. എഴുത്തെല്ലാം തിരികെ കൊടുക്കാൻ ഉറച്ചു. മറുപടിയൊന്നും എഴുതുന്നില്ല. ഒടുവിലത്തെ കത്ത് നെടുകെ വെട്ടിയാലോ? പോരാ, ഒരു മറുപടി എഴുതണം. ഒരു പക്ഷേ അവസാനത്തേതായിരിക്കും. പെൻസിൽ കൊണ്ട് തന്നെ എഴുതി. അതിൻ്റെ കോപ്പി താഴെ കൊടുക്കുന്നു. ദേവി തന്ന ഈ പേന കൊണ്ട് എഴുതുന്നില്ല. പെൻസിൽ കൊണ്ട് തന്നെ രാത്രി 3 മണി വരെ എഴുതി. കാലത്തെ വലിച്ചു കയറി വല്ലാത്ത വികാരത്തോടെ വീണ്ടും ഒന്ന് എഴുതി. വിഷാദമധുരമായ മോഹനകാവ്യമേ,
എഴുത്തുകളെല്ലാം തരുന്നു. എൻ്റെ ദേവിയുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാവട്ടെ. എഴുത്തുകൾ ഒരിക്കലും മറ്റാരും കാണില്ലായിരുന്നു. ഞാൻ എൻ്റെ പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിരുന്നതാണ് പാസ്ബുക്കിൻ്റെ കൂടെ. ദേവിയുടെ മനസ്സ് നോവാതിരിക്കാൻ വേണ്ടി ഞാൻ എഴുത്ത് തരുന്നു. എൻ്റെ ദേവി, എനിക്ക് മോതിരം വേണ്ട, എൻ്റെ ദേവിയുടെ പണവും വേണ്ട. തൽക്കാല ആവശ്യത്തിന് എൻ്റെ പക്കൽ പണമുണ്ട്. എന്തെങ്കിലും വേണ്ടിവരുന്ന ഉദ്ദേശിച്ച് എൻ്റെ പുസ്തകങ്ങളുടെ എല്ലാ കോപ്പിറൈറ്റും വിൽക്കാൻ ഞാൻ ശ്രമിച്ചു. 50,000 പോലും കൊടുക്കാൻ വയ്യാത്തത് 5,000 കൊടുക്കാൻ സന്നദ്ധനായി. ബാക്കി ഒരു 1,000 രൂപയുണ്ട്. രണ്ടും കൂടി 6,000. ഇത്രയും തയ്യാർ ചെയ്തിട്ടാണ് ഞാൻ ദേവിക്ക് ആ കത്ത് എഴുതിയത്. ദേവിയുടെ 1000 ചോദ്യങ്ങൾക്കുള്ള മറുപടി. 82 പേജുള്ള ഒരു കത്ത്. ഇനി ഇത് തരേണ്ട ആവശ്യമില്ല, പോട്ടെ. എൻ്റെ ദേവി ദുഃഖിച്ചിരുന്നു നേറരുത്. എനിക്ക് അവസാനമായി ഒരു ആഗ്രഹം, ദേവിക്കൊരു മോതിരം തരാൻ. അതിലൊന്നും എഴുതുകയില്ല, വെറും ഒരു മോതിരം. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ദേവി സ്വീകരിക്കണം. വിവരം അറിയിക്കുവാൻ അപേക്ഷ. എൻ്റെ ദേവി, ഞാൻ ദേവിയെ സ്നേഹിച്ചു. ദേവിയുടെ മേന്മകളും ദേവിയുടെ കുറവുകളും അറിഞ്ഞുകൊണ്ട് ദേവി എന്നെ സ്നേഹിച്ചില്ല. ദേവി സ്നേഹിച്ചത് സ്നേഹത്തെ മാത്രം. ദുഃഖിതയായ എൻ്റെ ദേവി, സ്നേഹിക്കുവാൻ പഠിക്കുക. വെറുക്കാനും സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യേണ്ടത് മനുഷ്യനെയാണ്. വേറൊന്നുള്ളത് വീശുന്ന കാറ്റിനെല്ലാം കറങ്ങുന്ന ഒരു യന്ത്രവിശേഷത്തെ പോലെ ആയിരിക്കരുത് ദേവിയുടെ ഹൃദയം. വേദനിപ്പിക്കാൻ പറയുകയല്ല, പരിചയത്തിൽ നിന്ന് തോന്നുകൊണ്ട് ഇനി ഒന്നുള്ളത്. എൻ്റെ ദേവി, എന്നേക്കാൾ അറിവും മറ്റും ദേവിക്ക് കൂടുതലുണ്ട്. എങ്കിലും എൻ്റെ തങ്കം ഇഞ്ചിഞ്ചായി അല്പാൽപമായി എൻ്റെ ദേവി നശിക്കരുത്. ദേവി വിവാഹം ചെയ്യൂ, സ്വന്തം ജാതിയിൽപ്പെട്ട ഒരാളെ, എന്നിട്ട് ഒരമ്മയാവൂ. അതാണ് ദേവിയുടെ കടമ. ഇനിയൊരു 100 കൊല്ലം കഴിയുമ്പോൾ നമ്മളൊക്കെ ഉണ്ടായിരിക്കുകയില്ല. മണ്ണടിഞ്ഞു ദ്രവിച്ചു പോയിരിക്കും. പിന്നെയും മനുഷ്യ സമുദായം ഉണ്ടായിരിക്കും. ആ മനുഷ്യ സമുദായത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഉത്കൃഷ്ടമായ ഒരു പ്രേമത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ എൻ്റെ തങ്കം ത്യാഗത്തിന് സന്നദ്ധയല്ല. ഒരിക്കലും എൻ്റെ തങ്കം ത്യാഗത്തിന് സന്നദ്ധയല്ല. അമ്മ, അച്ഛൻ, മതം, സമുദായം, പ്രേമത്തിൻ്റെ മുന്നിൽ വലിയ കാര്യമില്ല. വേറെ സ്ത്രീകളില്ലാഞ്ഞിട്ടല്ല. എൻ്റെ വിഷാദമധുരമായ മോഹനകാവ്യമേ, എല്ലാവരും എൻ്റെ ദേവിയെ സ്നേഹിക്കണമെന്ന് എൻ്റെ ദേവി ആഗ്രഹിക്കരുത്. ഒരൊറ്റ ആളുടെ സ്നേഹം സമ്പാദിക്കുവാൻ ശ്രമിക്കൂ. മരണത്തെക്കാൾ ശക്തി ഏറിയ സ്നേഹം സമ്പാദിക്കുവാൻ ശ്രമിക്കൂ. പക്ഷേ ദേവി കൊടുക്കാൻ സന്നദ്ധയായിരിക്കണം. ഭാവനയുള്ള പ്രേമമല്ല. ദേവിയുടെ ആത്മാവ്, ഹൃദയം, ശരീരം എല്ലാം കൊടുക്കുവാൻ സന്നദ്ധയാവൂ. അപ്പോൾ അതേ തരത്തിലുള്ളത്, അതിനേക്കാൾ ശ്രേഷ്ഠമായത് എൻ്റെ ദേവിക്ക് ലഭിക്കും. എൻ്റെ ദേവി ഭാഗ്യവതിയായിരിക്കട്ടെ. ദേവിക്ക് എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് വിഷാദമധുരമായ മോഹനകാവ്യമേ, നിൻ്റെ ബഷീർ.